ആ ദാ മോനെ. പൈസ പറ്റിച്ചു അല്ല പറ്റിലെഴുതിക്കോ മാമ. പറ്റ ഒരുപാടായിട്ടോ. അച്ഛൻ്റെ പറ. അച്ഛൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാ കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിർത്താന്ന്. പറ്റോ? അല്ല, ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ വരല്. അപ്പുറത്ത് പുതിയ കട തുടങ്ങിയില്ലേ? ശരി. ഒരു കവർ താ മാമ, ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടാ. താങ്ക്സ്. വരട്ടെ മാമ. സൂക്ഷിച്ചു പോണടാ മോനെ, ചറ പറയാന്ന് കീറിടല്ലേ. ചേട്ടാ, വാട്ട് പണി ആർ യു ഡൂയിങ്? നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? എന്താടാ ഈ പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നത് നിയമവിരുദ്ധമായി തെറ്റാന്ന് അറിയില്ലേ? അല്ല, അതിപ്പോ അവൻ ചോദിച്ചപ്പോ. നിങ്ങളെ പോലെ മുതിർന്ന ഒരാള്, അതും സമൂഹത്തിന് മാതൃകയാവേണ്ട മനുഷ്യൻ ഇങ്ങനെ ചെയ്താലോ? ഈ പ്ലാസ്റ്റിക് കാരണം പ്രകൃതിയുടെ ആകൃതി തന്നെ മാറിക്കിടക്കുക. അതെന്താ മനസ്സിലാക്കാത്തെ? മോനെ, ആക്ച്വലി ഞാൻ പേപ്പർ കവറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 5-6 ബാക്കി ഉണ്ടായിരുന്നേ. അപ്പൊ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി കൊടുത്തതാ. പ്രശ്നം ഉണ്ടാക്കല്ലേ? പ്രശ്നം ഉണ്ടാക്കണോ? തന്നോട് ഞാനൊരു ലൈറ്റ്സ് ചോദിച്ചപ്പോ താൻ എന്താ പറഞ്ഞേ? ലൈറ്റ്സ് ഇല്ല, ഗോൾഡേ ഉള്ളൂന്ന്. അതില്ലാത്തോണ്ടല്ലേ. അത് പിന്നെയും പോട്ടെ നിൽക്കാം. കൂളായിട്ട് ഒരു കൂള് ചോദിച്ചപ്പോഴോ നിയമവിരുദ്ധമായിട്ടുള്ള കച്ചവടം ഒന്നും ഞാൻ ഇവിടെ ചെയ്യില്ലെന്ന്. അത് പിന്നെ തന്റെ കട ഞാൻ പൂട്ടിച്ചേരാടോ. ഞാനേ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോവാ. പ്രകൃതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്ലാസ്റ്റിക്കിനെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. ആ തലമുറയിലെ പ്രധാന കണ്ണിയാടോ ഞാൻ. തന്റെ കട ഇനി പൂട്ടിച്ചിട്ടേ എനിക്ക് ഉറക്കുള്ളൂ. ആഹാ, ചാലഞ്ച് മോനെ. സുഗുണേട്ടാ, ഒരു പ്ലാസ്റ്റിക് കവർ തരാമോ? മഴച്ചാറിൽ കൊണ്ട പനി പിടിക്കും.